മച്ചാന്മാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടു. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചക്ക് മേളിലായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. സിനിമ എല്ലാം കണ്ട്, പക്ഷേ റിവ്യൂ ഇടാൻ പറ്റിയില്ലായിരുന്നു. നമ്മളൊരു ടൂറും കാര്യങ്ങളുമായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇന്നലാണ് ഒരു സിനിമ കണ്ടത്. ആ സിനിമയാണ് റോന്ത്. ഷാഹിദ് കബീർ പുള്ളി ഇതിനു മുമ്പ് ചെയ്തതെന്ന് പറയുന്നത് ജോസഫ്, പിന്നെ അതുപോലെ തന്നെ നായാട്ട്, പിന്നെ ഇലവിഴ പൂഞ്ചിറ, അങ്ങനെയുള്ള സിനിമയാണ് പുള്ളി ചെയ്തത്. കൂടുതലും മറ്റേ പോലീസ് റിലേറ്റഡ് കാര്യങ്ങൾ, ആ സംഭവമില്ലേ, നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. പക്ഷേ ഈ സിനിമ ഞാൻ സീരിയസ്ലി പറയുന്നത്, നിങ്ങൾ ഇത് മിസ്സാക്കരുത് തിയേറ്ററിൽ നിന്ന്. കാരണം നല്ല കിടുപ്പടം, കിടുവെന്ന് വെച്ചാൽ കിടുപ്പടം. ഇത് എത്ര പേർക്ക് കണക്റ്റ് ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇത് സംഭവം ഇതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറയുന്നത്, ഇതൊരു നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുന്ന 2 ഓഫീസേഴ്സ്. ഇപ്പം ആ ഒരു കാര്യങ്ങൾ, അതായത് അവിടെ നടക്കുന്ന ഇൻസിഡൻറ്റും കാര്യങ്ങളും, ആ ഒരു സംഭവമാണ് പറയുന്നത്. ഞാനത് കൂടുതൽ പറഞ്ഞത് നല്ല രീതിയിൽ സ്പോയിലറായി പോകും. ആ ഒരു സംഭവമാണ് പറയുന്നത്. പക്ഷേ അത് എടുത്തിരിക്കുന്ന മേക്കിംഗ്, മോന് ഒന്നും പറയാനില്ല. നല്ല കിടുവായിട്ട് നല്ല വൃത്തിക്ക് ചെയ്യേണ്ട രീതിയിൽ പുള്ളി എടുത്തു. ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും പുള്ളി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ്. ഞാനിത് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ സ്പോയിലറായി പോകും. ഞാനത് പറയുന്നില്ല, നിങ്ങളത് കാണണം. കാരണം എന്ത് രസമാണ് സംഭവം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ എന്തോ പറയുന്ന, ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ, കുറേ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ വണ്ടറടിച്ചു പോകും ആ ഒരു ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് പേഴ്സണലി എനിക്ക് എന്തായാലും ഒരുപാട് പടം ഇഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമും എല്ലാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന, ഇതിൻ്റെ പിന്നെ വർക്ക് ചെയ്ത എല്ലാവരും നല്ല കിടുവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജോസഫ് കണ്ടാലറിയാം. കാരണം അതിനകത്ത് ഓരോ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം ജോസഫ്, അതുപോലെ തന്നെ ജോസഫ് എന്നല്ല ഞാൻ പറഞ്ഞാൽ, ഇലവിഴ പൂഞ്ചിറ ആണെങ്കിലും ജോസഫ് ആണെങ്കിലും എല്ലാ സിനിമയിലും പുള്ളിയുടെ ഒരു എന്തോ പറയുന്ന ഒരു സംഭവം അതിനകത്തുണ്ട്. ഇപ്പോൾ ദിലീഷ് പോത്തൻ ചെയ്യുന്ന പോലെ തന്നെ പുള്ളിയുടേതായിട്ടൊരു ഐഡിയ കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു സാധനങ്ങളെല്ലാം എനിക്ക് ഈ സിനിമയിൽ കണ്ട്. എനിക്ക് എന്തായാലും പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വന്ന് പറയുക. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ഇട്ട് വരുന്നവരെ ബൈ.